ഫിനാൻസ് റിവിഷൻ. അടുത്ത ടോപ്പിക്ക് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. മണി മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെവലപ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് മണി മാർക്കറ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണെങ്കിൽ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബോറോയിങ്സ് ആൻഡ് ലെൻഡിങ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അതിൽ പ്രൈവറ്റ് സേവിങ്സ്, ഇൻഡിവിജ്വൽസ്, അതേപോലെ തന്നെ കോർപ്പറേറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെയും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെയും പബ്ലിക് ഫണ്ട് എന്ന് പറയുന്നത് ഡിപ്പോസിറ്റിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിൽ സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഫണ്ട് ലോങ് ടേം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതില് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് മെക്കാനിസം ഫോർ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ട്രാൻസ്ഫർ ഓഫ് മണി, capital or financial resources from investing parties to the sources where there is the need of the investment of fund. അതായത് പല മേഖലകളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ഫണ്ട് വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വിശ്വസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഫണ്ടിന് സ്വാഭാവികമായിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം. അപ്പൊ അങ്ങനെ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണമെങ്കിൽ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് അതേപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഇറ്റ് ചാനലൈസസ് into the productive activities. അതായത് ഫണ്ട് വാങ്ങിക്കുന്ന ആളുകളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ആരിൽ നിന്നാണോ ഫണ്ട് വാങ്ങിച്ചിട്ടുള്ളത് എങ്കിൽ അവരർഹിക്കുന്നതായിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഫണ്ട് കളക്ട് ചെയ്തിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ആ ഫണ്ട് തന്നിട്ടുള്ള ആളുകൾക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ശരിയായിട്ടുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു കൈ കൊണ്ട് വാങ്ങിക്കുന്ന ഫണ്ട് മറ്റൊരു കൈ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചാനൽസിൽ പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനും സർപ്ലസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പല രൂപത്തിൽ ഫണ്ട് സമാഹരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറേറ്റ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അസോസിയേഷൻസ്, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് the capital market is to ensure best possible coordination and balance between the flow of savings on the one hand and flow of investment leading to capital formation on the other hand. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. എൻഷുർ ബെസ്റ്റ് പോസിബിൾ കോഓർഡിനേഷൻ ഓർ ദി ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്നതായിട്ടുള്ള ക്യാപിറ്റല് സമാഹരിക്കുകയും ആ സമാഹരിക്കുന്നതിന് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ നിന്ന് അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് അതല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു കോഓർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് savings in most profitable channels
and thereby ensures optimum utilization of ഫിനാൻഷ്യൽ റിസോഴ്സസ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡയറക്റ്റിംഗ് ദി ഫ്ലോ ഇൻ ടു പ്രോഫിറ്റബിൾ ചാനൽസ്. നമ്മളുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആ 10 രൂപ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടുന്നത് ആ 10 രൂപയെ ഡബിളാക്കാനോ അല്ലെങ്കിൽ ത്രിബിളാക്കാനോ പോസിബിലിറ്റീസ് ഉള്ള ഏതെങ്കിലും ചാനൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ചാനൽസിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കിട്ടുന്നതായിട്ടുള്ള പണം ആര് കൊടുത്തിട്ടുണ്ടോ അവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ പരമാവധി കളക്ട് ചെയ്തിട്ട് അതിനെ ഒപ്റ്റിമം രീതിയിൽ പ്രോഫിറ്റബിൾ ചാനലുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമപ്രകാരം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രീഫായിട്ട് പറഞ്ഞാല് ആളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ലോങ് ടേം പർപ്പസിലേക്ക് കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടിനെ പ്രോഫിറ്റബിൾ ചാനലുകളിലേക്ക് പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ ഫണ്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ആളുകൾക്കും ഇടയിലുള്ള ഇന്റർമീഡിയറീസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്കിൽ ആ ഓർഗനൈസേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യന്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എക്സിസ്റ്റൻസ് ഇന്ന് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് ചില പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം. ആ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്. നല്ല നമ്മൾ മണി മാർക്കറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്. 5 വർഷം 10 വർഷം 15 വർഷം തുടങ്ങി അതിൽ കൂടുതൽ കാലാവധിയിലേക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫിനാൻസ് ഇൻ വൺ വേ ഓർ ദി അതർ കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ കോമ്പിനേഷനാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്ട്രോങ് ആവണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരിക്കേണ്ടുന്ന പല കോൺസ്റ്റിറ്റ്യുവൻസിന് അല്ലെങ്കിൽ പല കമ്പോണൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കമ്പോണന്റ് എന്ന് പറയുന്നതാണ് ഒന്ന് മണി മാർക്കറ്റ്, മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് സർവൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി തേർഡ്, ഫെസിലിറ്റേറ്റ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട്. ബാങ്ക് എന്നുള്ള പേരിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻസിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. സോ മണി മാർക്കറ്റ് ഓർഗനൈസേഷൻസ് ഓൾസോ ബോറോസ് money from the surplus money holders and it is providing in the form of loans and advances to the needy public. അപ്പൊ പണം സമാഹരിക്കുകയും എക്സസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പണം പല രൂപത്തിൽ സമാഹരിക്കുകയും അങ്ങനെ സമാഹരിക്കുന്നതായിട്ടുള്ള പണം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റൈസ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഏതൊരു ബിസിനസ് മാൻ ആണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ അവരുടെ സ്വന്തം എഫർട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ക്യാപിറ്റലിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഒരിക്കലും നമ്മളുടെ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ ഒക്കെ മാത്രം കളക്ട് ചെയ്തിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു എന്റർപ്രണർക്ക്
അയാളുടെ മനസ്സിലുള്ള ആശയങ്ങളെ പ്രോഡക്റ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സർവീസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലിമെന്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ. അപ്പൊ ആ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അങ്ങനെ പല സോഴ്സിൽ ഗവൺമെന്റ് പല രൂപത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെയുള്ള അഗ്രികൾച്ചറൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, സർവീസ് സെക്ടറിന്റെ ഇത്രയും കാര്യമായിട്ടുള്ള ഗ്രോത്ത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻസിന് ആവശ്യം വരുന്ന ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് കാറ്റഗറി എന്ന് പറയുന്നതാണ് വൺ ഈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഡിവിജ്വൽസിന് പരിധിയുണ്ട്. കാരണം ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഫണ്ട് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ മിക്കവാറും ക്യാപിറ്റൽ മാർക്കറ്റില് വ്യക്തികൾക്ക് ആവശ്യം വരുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് ആവശ്യം വരുന്ന ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് മീറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ലോങ് ടേം ഫണ്ടിന്റെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയതുകൊണ്ട് ആളുകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ലോങ് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡ്സ് ഇന്റർമീഡിയറീസ്. മണി മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു ബ്രോക്കേഴ്സ്, കമ്മീഷൻ ഏജന്റ്സ് എന്നൊക്കെ പറയുന്ന ഇന്റർമീഡിയറീസ് ഉള്ളതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലും ഇന്റർമീഡിയറീസ് ഉണ്ട്. കാരണം എവിടെയാണ് എക്സസ് ആയിട്ട് ഫണ്ട് ഉള്ള ആളുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉള്ളത്, ആർക്കൊക്കെയാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ റിക്വയർമെന്റ് ഉള്ളത് എന്നുള്ളതൊക്കെ കണ്ടെത്തണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതും കൂടി അതിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളം പോലുള്ള സാക്ഷരമായിട്ടുള്ള ഒരു സംസ്ഥാനത്തില് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ക്രൈസിസ് ഒക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കുന്നതിനും കൂടി ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് സഹായിക്കുന്നുണ്ട്. എംപ്ലോയീസ് സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതില് എംപ്ലോയീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇന്റർമീഡിയറീസ് ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു സംരംഭം കൂടിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് ആർ പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഇന്റർമീഡിയറീസ് വിച്ച് വിൽ ഇൻ ടേൺ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ ബോറോവേഴ്സ് ആസ് വെൽ ആസ് ദി ലെൻഡേഴ്സ്. പണം എക്സസ് ആയിട്ടുള്ളത് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ആൾക്കാരെയും ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ റിക്വയർമെന്റ് ഉള്ള ആളുകളെയും കണ്ടെത്തുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഇന്റർമീഡിയറീസ്. ആൻഡ് നെക്സ്റ്റ്, it deals in marketable and non-marketable securities. നമ്മൾ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് നോൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ്. അതിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ്, നോൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നതാണെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. അതേസമയത്ത് LIC പോളിസി അതല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്നൊക്കെ പറയുന്നത് നോൺ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെ രണ്ട് കാറ്റഗറിയിലും വരുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് നിയമപ്രകാരം അംഗീകാരം ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് organization.
നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ലോങ് ടേം ബിസിനസ് ഓർഗനൈസേഷൻസിന് ആവശ്യം വരുന്ന ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദി സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എക്സസ് ആയിട്ട് ഫണ്ടുള്ള ആളുകളിൽ നിന്ന് അത് ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിൽ കളക്ട് ചെയ്യുകയും ആവശ്യം വരുന്നതായിട്ടുള്ള ആളുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നാഷണൽ ഇൻകം. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രാജ്യത്തിന്റെ സെയിൽസ് കൂടും. സെയിൽസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ രാജ്യത്തിന് കിട്ടുന്നതായിട്ടുള്ള ഇൻകം ലെവല് എന്ന് പറയുന്നത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൽ ക്യാപിറ്റൽ മാർക്കറ്റിനേക്കാൾ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് മണി മാർക്കറ്റിനേക്കാൾ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് or facilitating the buying and selling of commodities and finance. വസ്തുക്കളും അതേപോലെ തന്നെ സാമ്പത്തിക വശവും വാങ്ങിക്കുന്നതിനും സെയിൽസ് നടത്തുന്നതിനും സഹായിക്കുന്നു എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ചാനലൈസസ് ദ ഫണ്ട് ഫ്രം അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. സർപ്ലസ് ആയിട്ട് പൈസ കയ്യിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പണം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഫിനാൻസിനെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനുള്ള ക്യാപിറ്റലായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഫംഗ്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ഓർ മിനിമൈസസ് ദ സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വ്യവസ്ഥാപിതമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനും സാധിക്കുമ്പോൾ സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ഇൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. എപ്പോഴും സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റീസിന്റെ വില കണ്ടമാനം വേരി ചെയ്യാതെ ഒരു നിശ്ചിത സമയത്തേക്കെങ്കിലും അതിനെ പെർമനന്റ് ആയിട്ട് നിലനിർത്തുന്നതിന് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ്, പ്രൊമോട്ട്സ് എക്കണോമിക് ഗ്രോത്ത്. ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസിന് ഒന്ന് മണി മാർക്കറ്റാണ്, ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റാണ്. അത് രണ്ടും ഇല്ലാതെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനും ഒരു രാജ്യത്തിനും എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസിനെ സംബന്ധിച്ചിടത്തോളം മണി മാർക്കറ്റിനേക്കാൾ വളരെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻ. കാരണം ഒരു രാജ്യത്തിന് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഇൻകം കൂടണമെങ്കിൽ അതിന് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ബിഗർ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ ഓർഗനൈസേഷൻസ് ഉണ്ടാവണം. ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ ഓർഗനൈസേഷൻസിന്റെ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും സാധിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസിനാണ്. അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി സ്ട്രക്ചർ ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് പറയുന്നത്. പല കാറ്റഗറീസ് ആയിട്ട് പല ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിൽ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ഉണ്ട്, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇത്രയെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം വരെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൽ ഡെവലപ്ഡ് ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള
വികസനം ഒന്നും ഇല്ലാതെ പേരിന് മാത്രം ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മളുടെ രാജ്യത്ത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇനി അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഇൽ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ ഇത്രയും കാലം വരെ ഫംഗ്ഷൻ ചെയ്യാനായിട്ടുണ്ടായിരുന്ന റീസൺ എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത്തെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് agriculture is the main occupation of our country and it will never help to the flotation of securities in the capital market. നമുക്കറിയാം ഒരു 80-90 കാലഘട്ടം വരുന്നത് വരെയും മിക്കവാറും ആളുകളുടെ ഏതാണ്ടൊരു 80-85% ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പൊ അഗ്രികൾച്ചർ ആവുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിക്കുന്നതായിട്ടുള്ള ആളുകൾ അഗ്രികൾച്ചറിന്റെ ഹാർവെസ്റ്റിംഗ് കഴിയുന്നതോടുകൂടി അവരുടെ കയ്യിലുള്ള ക്രോപ്പ് വിൽപ്പന നടത്തും. അവർക്ക് കൊടുക്കാനുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തിരിച്ചടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവന്റെ സർവൈലൻസിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് പോലും കണ്ടെത്താനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് പലപ്പോഴും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഫ്ലഡ്, ഡ്രോട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങള്. അതേപോലെ മഴയെ ആശ്രയിച്ചിട്ടാണ് നല്ലൊരു പരിധി വരെ അന്നത്തെ കാലത്താണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും കൃഷി എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അല്പസ്വല്പമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളുടെ രാജ്യത്തുള്ളത്. അപ്പൊ മഴ എന്ന് പറയുന്നത് ആവശ്യത്തിന് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ വരിക, ആ സമയങ്ങളിൽ മഴ പെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നശിച്ചു പോകാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കർഷകർ പ്രതീക്ഷിക്കുന്നത് പോലെ ലാഭം കിട്ടണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്നതായിട്ടുള്ള എല്ലാ എലിമെന്റ്സും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് പോലെ അതർ തിങ്സ് ബീയിങ് ദ സെയിം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അഗ്രികൾച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ആളുകൾക്ക് കൃഷിയിൽ നിന്ന് ഉദ്ദേശിച്ച പോലെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൽ ഡെവലപ്ഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ദി ഫോറിൻ ബിസിനസ് ഹൗസസ് ഹാമ്പേർഡ് ദ ഗ്രോത്ത് ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. നമ്മളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ചും കേരളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ രാജ്യത്ത് എത്ര ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര റിട്ടേൺസ് കിട്ടും എന്ന് ഉറപ്പുള്ള സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഇപ്പോഴും അത് വാങ്ങിക്കുന്നതിന് പകരം ഫോറിനേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിലും ഫോറിനേഴ്സിന്റെ പ്രോഡക്റ്റിലും കൂടുതലായിട്ട് അട്രാക്ഷൻസ് കാണുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയിലെ പബ്ലിക്കിന് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിന് വിൽപ്പനയ്ക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡെവലപ്ഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് managing agency system is also accounted for the ill development of the capital market because managing agents performed both the activities of the promotion and marketing of the securities. Managing agency system എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും അവർ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട്, അപ്പൊ ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസിന് നിലനിൽക്കാനായിട്ട് സാധിക്കാത്തതാണ്
ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്ഡ് ആവാതിരിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ. ആൻഡ് നെക്സ്റ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഇന്ത്യയിലെ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിപ്പോസിറ്റുകളിൽ അല്ലെങ്കിൽ റിസ്ക് ഒന്നും സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത സെക്യൂരിറ്റികളിൽ സേഫായിട്ട് പണം നിക്ഷേപിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. എന്നിട്ടും ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ ഡെവലപ്മെന്റ്സ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജ്വല്ലറി തട്ടിപ്പ് കേസും പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ്, ഇന്റർനെറ്റിൽ കൂടി പണം പോയിട്ടുള്ള കേസുകളും ഒക്കെ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മിതമായിട്ടുള്ള വരുമാനം കിട്ടുന്ന സാലറീഡ് ആയിട്ടുള്ള ആൾക്കാര് എല്ലായ്പ്പോഴും അവരുടെ നിത്യ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന നിശ്ചിത സംഖ്യ വളരെ സേഫ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഒരുപാട് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്ന ഹാബിറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഓഫ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരാള് അവരുടെ കയ്യിലുള്ള പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 50,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്കത് എവിടുന്നാണ് പണം വന്നത് എന്നുള്ളതിന്റെ സോഴ്സ് കാണിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ആളുകള് ഏതെങ്കിലും രൂപത്തിൽ അവരുടെ കയ്യിൽ പണം വന്നിട്ടുണ്ടെങ്കിലും അത് ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഫോറിൻ ബാങ്കുകളിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിന്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വേണ്ട രൂപത്തിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഫോർ ദി ഇൽ ഡെവലപ്മെന്റ് ഓർ അണ്ടർ ഡെവലപ്ഡ് നേച്ചർ ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് ഫണ്ട് റൈസേഴ്സ്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ആളുകൾ. അത് കമ്പനികളാവും, കമ്പനികളുടെ രൂപത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. മറ്റ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കൺട്രീസിൽ നിന്ന്, അതേപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സോഴ്സസിൽ നിന്ന് ക്യാപിറ്റൽ മാർക്കറ്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്ലി ഫണ്ട് പ്രൊവൈഡേഴ്സ്. ഫണ്ട് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂസ്, investors to buy the secondary market, traders, speculators, foreign institutional investors, mutual fund, venture capital, NRI capital തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഫണ്ട് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് വരാനായിട്ട് സാധ്യത ഉള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഡെവലപ്മെന്റിന്റെ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് NRIs ആണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് സമ്പാദിക്കുന്നതായിട്ടുള്ള പണം അവരുടെ സ്വന്തം ഏരിയയിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നല്ലൊരു പരിധി വരെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് തുടങ്ങിയിട്ടുള്ളത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ഫണ്ട് പ്രൊവൈഡേഴ്സ്. ഇനി തേർഡ്, ഇന്റർമീഡിയറീസ്. നമുക്കറിയാം, മെയിൻ ആയിട്ടുള്ള ഇന്റർമീഡിയറി എന്ന് പറയുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അതേപോലെ സബ് ബ്രോക്കേഴ്സ്, ഫിനാൻസിയേഴ്സ്, മർച്ചന്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് തുടങ്ങിയിട്ടുള്ള ടീമിനെയാണ്
നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റ് നിലനിൽക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനും കിട്ടിയിട്ടുള്ള ഫണ്ടിനെ പ്രൊഡക്റ്റീവ് ചാനൽസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിനും ആവശ്യം വരുന്നതായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നതാണ് ഇന്റർമീഡിയറീസ്. ആൻഡ് ഫോർത്തിലി ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു BSE NSE എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ്. അതേപോലെ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് NSDC എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ. അതേപോലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസിനെയാണ് BSE NSE തുടങ്ങിയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ഓർഗനൈസേഷൻസിന് പുറമേയുള്ള ഓർഗനൈസേഷൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി മാർക്കറ്റ് റെഗുലേറ്റേഴ്സ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. വൺ ഈസ് ദി SEBI, Stock Exchange Board of India, and the other one is the Reserve Bank of India. ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനീസ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2 ഓർഗനൈസേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമത് ഒരു ഓർഗനൈസേഷനും കൂടി ഉണ്ട്. ഇത് മൂന്നിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. SEBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ്. ഈ ഓർഗനൈസേഷൻസിനാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അധികാരം ഉള്ളത്. ഇനി കമ്പോണൻസ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രധാനമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് ആണ്. ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രേഡബിൾ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള മാർക്കറ്റാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി സെക്യൂരിറ്റീസ് ആണ് ഈ പറയുന്ന കാറ്റഗറിയിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കറൻസിയുടെ വോളിയം ഇൻക്രീസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ആ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയിട്ട് ക്യാപിറ്റൽ ഫോർമേഷന് ആവശ്യം വരുന്നതായിട്ടുള്ള ഏതൊക്കെ വിധത്തിലുള്ള സെക്യൂരിറ്റീസ് ആളുകൾ വാങ്ങിക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ആണ് ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയിട്ട് ഇപ്പൊ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിന്റെ ക്യാപിറ്റൽ ഫോർമേഷന് ആവശ്യം വരുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് അത് ലോക്കലായിട്ടുള്ള ആളുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള സെക്യൂരിറ്റീസ്. അതിനു വേണ്ടിയിട്ടാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പിലുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റുകൾ സെയിൽസ് നടത്തുന്നുണ്ട്. ഇപ്പൊ LIC പോളിസിയുടെ രൂപത്തിൽ, അതേപോലെ തന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് പല യൂണിറ്റിന്റെ രൂപത്തിലൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എല്ലാം തന്നെ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതാണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷനിങ്. ബാക്കി നാളെ. ഓക്കെ.